അതാണ് അവർക്ക് സന്തോഷം. അതവർ ചെയ്തോട്ടെ. അവർ നിങ്ങളുടെ വീട്ടിലേക്ക് യാചിക്കാൻ വരുന്നില്ലല്ലോ. പിന്നെ എന്തിനാണ് അവരെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഹലോ ഡാർലിങ്സ്, റിയാലിറ്റി ബൈ ഷാരികയുടെ റിയാലിറ്റി റിയാക്ഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഈ കുട്ടിയെക്കുറിച്ച് വീഡിയോ ചെയ്യണ്ട എന്ന് കരുതിയിരുന്നതാണ്. പക്ഷെ അവർക്ക് വേണ്ടി വീഡിയോ ഞാൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് ചെയ്യും? ആ ചോദ്യം അവിടെ നിൽക്കുന്നു. എനിക്ക് മനസാക്ഷികേട് കാണിക്കാൻ പറ്റില്ല. എനിക്കിതൊന്നും കേട്ടിട്ട് മിണ്ടാതിരിക്കാനാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വേറെ ആരെക്കുറിച്ചോ അല്ല, പ്രിയപ്പെട്ട രേണുസുധിയെക്കുറിച്ച്. ഞാൻ രേണുസുധി എന്ന ആർട്ടിസ്റ്റിനെ കുറിച്ചോ, രേണുസുധി എന്ന ആൽബം നടിയെക്കുറിച്ചോ, രേണുസുധി എന്ന ബിഗ് ബോസ് താരത്തെക്കുറിച്ചോ, സെലിബ്രിറ്റിയെക്കുറിച്ചോ ഒന്നുമല്ല ഇവിടെ പറയുന്നത്. രേണുസുധി എന്ന ഒരു മനുഷ്യജീവിയെക്കുറിച്ച്. ക്യാൻസറിന്റെ 4ാമത്തെ സ്റ്റേജിലേക്ക് കടന്ന് ജീവിതത്തിനും മരണത്തിനും ഇടയിൽ ഫൈറ്റ് ചെയ്യുന്ന, തൻ്റെ ഋത്തപ്പിന് വേണ്ടി, തൻ്റെ അപ്പനും അമ്മയ്ക്കും ചേച്ചിക്കും വേണ്ടിയിട്ട്, തനിക്ക് വേണ്ടിയിട്ട് തന്നെയും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഫൈറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ലോകത്ത് നിന്ന് മനുഷ്യന്മാരെ കാർന്നു തിന്നുന്ന ഒരു രോഗമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റിനുള്ള ആരെങ്കിലുമൊക്കെ സുന്ദര സുമുഖന്മാരായിട്ട് നടന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊരു വേദന വരുന്നു, അവർ ഡോക്ടറെ കാണുന്നു, ഡോക്ടർ പറയുകയാണ് അവർക്ക് 4th സ്റ്റേജ് ക്യാൻസർ ആണ്. ഇങ്ങനെയാണ് ഇന്ന് മിക്കപ്പോഴും ക്യാൻസർ പേഷ്യൻസിന്റെ ഒരു ലൈഫ് സ്പാൻ പോകുന്നത്. അവസാനമാണ് മിക്കപ്പോഴും ഇത് തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ മരണവും പെട്ടെന്ന് തന്നെയാണ്. ചിലവർ നരകിച്ചു മരിക്കും, ചിലവർ കുറെ വേദനകളിൽ നിന്ന് യാതന എടുത്തു മരിക്കും. ഇതൊക്കെയാണ് ക്യാൻസറിന്റെ ഒരു സെനാരിയോ എന്ന് പറയുന്നത്. ഒരിക്കലും സുഖകരമായ ഒരു രോഗമല്ല, അല്ലെങ്കിൽ രോഗം സുഖകരമല്ലല്ലോ. അപ്പോൾ അങ്ങനൊരു രോഗം തനിക്കുണ്ടെന്ന് വരുത്തി തീർത്ത് രേണുസുധി പണപ്പിരിവ് നടത്തുകയാണത്രേ. ഓരോ ആരോപണങ്ങളെ കുറച്ചല്ല, ഇത് ഇമ്മിണി വലിയ മനുഷ്യത്വം ആവാം നിങ്ങൾക്ക്. ഒരാളെ കുറിച്ച് പറയുന്നതിനൊക്കെ ഒരു പരിധിയില്ലടേ. കുറെ കാലം അവര് സുധിച്ചേട്ടന്റെ വിധവയായി ഇങ്ങനെ നടന്നില്ല എന്നുള്ളതായിരുന്നു കുഴപ്പം. വിധവകളുടെ സകല രീതികളും പൊളിച്ചടുക്കിക്കൊണ്ട് മുന്നോട്ട് വന്ന സ്ത്രീയാണ്. ഒരുപാട് വിധവകൾക്ക് ഇൻസ്പിറേഷനായിട്ട് വന്ന ഒരു സ്ത്രീയായിരുന്നു രേണുസുധി. അതിനുശേഷം ഇപ്പൊ കുറെ ക്യാൻസർ രോഗികളെന്നും പറഞ്ഞ് കുറെ എണ്ണമെന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് മനസ്സിലാകാത്തതാണ് നിങ്ങളെ കുറിച്ച്. നിങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ട് രേണുസുധി അങ്ങനെ നടക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇത് വിൽ പവറാണ്. ഇതൊരു മൈൻഡിന്റെ പവർ വേണം. അവരുടെ മൈൻഡ് പവർ കൊണ്ടാണ് അവരുടെ ക്യാമറയുടെ മുമ്പിൽ നിന്ന് ഇപ്പോഴും ചിരിക്കുന്നത്. അതോ ലൈവിൽ വന്ന് അവർ സൂയിസൈഡ് ചെയ്ത് കാണിക്കണോ, ഡിപ്രഷൻ അടിച്ചിട്ട്? അതാണോ നിങ്ങളുടെയൊക്കെ ആവശ്യം? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളെ എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ക്യാൻസർ വന്നിട്ടുണ്ട്, എൻ്റെ അച്ഛന് ക്യാൻസർ. പലരും വന്ന് കമന്റ് ചെയ്യുന്നതാ ഇങ്ങനെ. പക്ഷെ ഞങ്ങളാരും ഇങ്ങനെയല്ല. പിന്നെ എങ്ങനെ ആവണമെന്ന് ഇപ്പൊ സ്ഥിരം റീൽസിൽ കാണുന്നതാണ്. ക്യാൻസർ വന്നാൽ കുറെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഹസ്ബൻഡും ഒക്കെ കെട്ടിപ്പിടിച്ച് മുടി ഷേവ് ചെയ്ത് കുറെ കരച്ചിലും കുറെ സങ്കടപ്പാട്ടും, അതിനുശേഷം അതിൽ നിന്ന് റിക്കവർ ആയി കഴിയുമ്പോൾ ഭയങ്കര മോട്ടിവേഷൻ സോങ്. അത് രേണുസുധി ചെയ്യുന്നില്ല. രേണുസുധിയുടെ സ്ട്രഗിൾസിലും രേണുസുധിയായിട്ട് തന്നെ തുടരുന്നു. അതാണ് അവർക്ക് സന്തോഷം. അതവർ ചെയ്തോട്ടെ. അവർ നിങ്ങളുടെ വീട്ടിലേക്ക് യാചിക്കാൻ വരുന്നില്ലല്ലോ. പിന്നെ എന്തിനാണ് അവരെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഇതിനെല്ലാം നിങ്ങൾ മറുപടി പറയേണ്ടി വരും ഒരിക്കൽ.